നമസ്കാരം കൂട്ടുകാരെ. കൗമാരം എന്ന് പറയുന്നത് നമ്മുടെ ഒരു കൗമാരമാണ്. ആ സമയത്ത് നമുക്ക് ധാരാളം സമയമുണ്ട്, നല്ല ആരോഗ്യമുണ്ട്, പക്ഷേ പണമില്ല. ഈ ആരോഗ്യം എവിടെ നിന്ന് വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ മാതാപിതാക്കൾ കഷ്ടപ്പെട്ടു നമ്മൾ തിന്നുന്നു ഈ കൗമാരപ്രായത്തിൽ. അതാണ് നമുക്ക് സമയമുണ്ട്, ആരോഗ്യമുണ്ട്, പക്ഷേ പണമില്ല. പണം വേണമെങ്കിൽ നമ്മൾ മാതാപിതാക്കളെയും മറ്റുള്ളവരെയും ആശ്രയിക്കണം. ഈ കൗമാരത്ത് ബുദ്ധിമതികളായ മാതാപിതാക്കളാണെങ്കിൽ ഈ കൗമാരക്കാരെ അവർക്ക് പാഠം പഠിപ്പിക്കും. കാര്യം അവർക്ക് സമയമുള്ളപ്പോൾ അവരുടെ ആരോഗ്യം, അവർക്ക് എങ്ങനെയാണ് അവർ നിങ്ങളെ വളർത്തുന്നതെന്ന രീതിയിൽ ഒരു മാതൃകാപരമായിട്ട് അവരെ പോറ്റി വളർത്തും. ബാല്യകാലം പരമസുഖമാണ് കൗമാരക്കാർക്ക്. ഈ കൗമാരക്കാർ മനസ്സിലാക്കണം, മാതാപിതാക്കൾ ഞങ്ങളെ എങ്ങനെ പോറ്റി വളർത്തുന്നതെന്ന ഒരു മനസ്സിലാക്കാനുള്ള കഴിവുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ പിന്നീടാണെങ്കിൽ അവർ അടിപൊളിയായിട്ട് ജീവിക്കും, നല്ല മാതൃകയായിട്ട് ജീവിക്കുകയും ചെയ്യും. കൗമാര സമയത്ത് നല്ല രീതിയിൽ പഠിച്ചാൽ, നല്ല സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചാൽ പിന്നീട് അത് നല്ല പ്രയോജനപ്പെടും. ഈ കൗമാര സമയത്ത് നമ്മൾ സാധാരണ പ്ലസ് ടുവിനൊക്കെ പഠിക്കുമ്പോൾ അന്തരം അടിച്ച് വിളിച്ച് അവിടെ ഇവിടെയും കറങ്ങി കൂട്ടുകാരുമൊത്ത് പ്ലസ് ടു കഴിയുമ്പോൾ ആ കണ്ട കൂട്ടുകാരൊന്നും പിന്നെ കാണത്തുമില്ല. അവർ പിന്നെ ഒരു ഓർമ്മ മാത്രമായിരിക്കും. കൗമാര സമയത്ത് നിൻ്റെ സൃഷ്ടാവിനെ അന്വേഷിച്ച് നടന്നാൽ പിന്നീട് അവൻ വാർദ്ധക്യത്താലും യൗവനത്തിലാലും അത് മറക്കത്തില്ല. നേരായ രീതിയിൽ അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യും. പിന്നെ യൗവനം നോക്കുമ്പോൾ യൗവനത്തിൽ പണമുണ്ട്, ആരോഗ്യമുണ്ട്, പക്ഷേ സമയമില്ല ഒന്നിനും. ശരിയാണ്, പണം വന്നു കയറുമ്പോൾ ആരെ നോക്കാനും മാതാപിതാക്കളെ നോക്കാനും സമയമില്ല, അവർക്ക് അവരുടെ കാര്യങ്ങൾ നോക്കാനും സമയമില്ല. ആരോഗ്യമുണ്ട്, നല്ല ആരോഗ്യമുണ്ടെന്ന് തുള്ളിച്ചാടി നടക്കുകയും, പക്ഷേ അവനൊന്നും സമയം കിട്ടത്തില്ല. പഴുത്തില വീഴുമ്പോൾ പച്ചില ചിരിക്കുന്നത് പോലെ പച്ചില ഒരു നാളും പഴുത്തിലയാവുമെന്ന് അവൻ ചിന്തിക്കണം. എന്നെങ്കിൽ മാത്രമേ ജീവിതം മുന്നോട്ട് പോയി നല്ല രീതിയിൽ കരകയറുവാൻ പറ്റത്തുള്ളൂ. ഈ കൗമാരത്തിൽ പഠിച്ച അടിസ്ഥാനങ്ങളാണ് യൗവനത്തിലും അത് നിലനിൽക്കുന്നത്. യൗവനത്തിൽ അനുഭവിക്കുന്ന സന്തോഷം നമ്മൾ വാർദ്ധക്യത്തിൽ ദുഃഖം വരുമ്പോൾ അനുഭവിക്കാൻ കുറച്ച് മാറ്റി വെക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. അതായത് സമ്പത്ത് കാലത്ത് 10 തൈ നട്ടാൽ വാർദ്ധക്യകാലത്ത് നമുക്ക് അനുഭവിക്കാം. ഇങ്ങനെ കൗമാര സമയത്തും യൗവന സമയത്തും അമിതമായി സന്തോഷിച്ച് അവിടെ ഇവിടെയും കറങ്ങി നടന്ന് അതും ഇതും കുടിച്ച് ഒക്കെ നടന്നാൽ വാർദ്ധക്യകാലത്ത് വളരെ ദുഃഖമായിരിക്കും. വാർദ്ധക്യത്തിൽ സമയമുണ്ട്, പണവുമുണ്ട്, പക്ഷേ ആരോഗ്യമില്ല. അതിനുവേണ്ടി ചെയ്യേണ്ടത് നമ്മൾ കൗമാരത്തിൽ നല്ല ഭക്ഷണം കഴിക്കുക, യൗവനത്തിലും നല്ല ഭക്ഷണം കഴിക്കുക, മറ്റുള്ളവരെ ബഹുമാനിക്കുകയും നിൻ്റെ ദൈവത്തെ ആരാധിക്കുകയും ചെയ്താൽ വാർദ്ധക്യകാലത്ത് നല്ല സന്തോഷമായിരിക്കും.